അടിച്ചമർത്തും സമയത്ത് രാജ്യതലസ്ഥാനത്ത് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കൊപ്പം ബ്ലോക്ക് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനം നടത്തി. കൊപ്പം ടൗണിൽ നടന്ന പ്രകടനം ബ്ലോക്ക് സെക്രട്ടറി MN സുദീപ് ഉദ്ഘാടനം ചെയ്തു. ചന്തയിലെ വെള്ളരി പോലെ തൂക്കി വിൽക്കുന്ന BJPയുടെ കേന്ദ്രമന്ത്രിസഭയുടെ ഭരണകൂടത്തിനെതിരെയാണ് ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത്. ദിവസങ്ങളായിക്കൊണ്ട് അവർ ഈ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് അവിടെ മുദ്രാവാക്യം വിളികളുമായി കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ആ മുദ്രാവാക്യം വിളികൾ എങ്ങനെയാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെ ഇത്രമേൽ ചൊടിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് ചോദ്യമായി ചോദിക്കേണ്ടത്. എന്താ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ, ആ പരീക്ഷയ്ക്ക് വേണ്ടി 1 വർഷവും 2 വർഷവും 3 വർഷവും അവിടെ പല സ്ഥലങ്ങളിലും പോയി നിന്ന് പഠിച്ചുകൊണ്ട് അവിടെ പരീക്ഷ എഴുതാൻ പോകുന്ന പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെ മുഴുവൻ നോക്കുകുത്തികളാക്കിക്കൊണ്ട് BJPയുടെ കേന്ദ്രമന്ത്രി, ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തിട്ടുള്ള കവല കച്ചവടം എന്താ നീറ്റ് പരീക്ഷ? എത്ര ജാഗ്രതയോട് കൂടിയിട്ട് ആ പരീക്ഷ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥിയുടെ അടിവസ്ത്രം വരെ അഴിച്ചു പരിശോധിച്ചുകൊണ്ടാണ് പോലീസുകാർ പരീക്ഷാ ഹാളിലേക്ക് ആ വിദ്യാർത്ഥിയെ കടത്തിവിടുന്നത്. അത്രയും ജാഗ്രതയോടുകൂടി, അത്രയും സുരക്ഷിതയോടുകൂടി നടത്തുന്ന ഒരു പരീക്ഷ, ആ പരീക്ഷ നടത്തിപ്പിൽ ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിക്കും വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇത്ര ഗൗരവത്തോടു കൂടി നടത്തുന്ന ഒരു പരീക്ഷ, ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ അത് കാശ് കൊടുത്താൽ ആളുകൾക്ക് വിതരണം ചെയ്യപ്പെടുകയാണ്. ആലോചിച്ച് നോക്കൂ, കാശുള്ളവന്റെ മക്കൾ നീറ്റ് പരീക്ഷ ക്ലിയർ ചെയ്തുകൊണ്ട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റുമൊക്കെ ആയിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ വരികയാണ്. പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ രാകേഷ്, ശാലിനി, അർജുൻ ജെ, വിനീത് പി, ഫവാസ് റഹ്മാൻ എന്നിവർ പങ്കെടുത്തു. ഇനി ഏത് മഴയത്തും തുണി അലക്കാം, വെയിലില്ലാതെ ഉണക്കാം. ഓക്സിജനിൽ നിന്ന് മികച്ച വാഷിംഗ് മെഷീനുകൾ ഏറ്റവും മിതമായ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കൂ. ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ വാങ്ങി അലക്കാൻ പാഴാക്കുന്ന സമയം കുടുംബത്തോടൊപ്പം ആസ്വദിക്കൂ. ഓക്സിജൻ മൺസൂൺ മിന്നൽ സെയിൽ. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്.